ഇത് കണ്ട് സോഷ്യൽ വർക്കർ ഒരു സ്പെയർ കീ എടുത്ത് അവളുടെ ബാഗിൽ വെക്കുന്നു. എന്നിട്ട് അവളോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നു. പിറ്റേ ദിവസം ജനലിന്റെ ഉള്ളിലൂടെ വരുന്ന ഇലകൾ കണ്ടാണ് സാം എണീറ്റത്. അപ്പൊ തന്നെ അവൾ ഓടിപ്പോയി ജനലടക്കുന്നു. അതിനിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ തട്ടിത്തടഞ്ഞ് വീഴുന്നുണ്ട്. ശേഷം ലേറ്റ് ആയത് കണ്ട് അവൾ ബാത്റൂമിലേക്ക് ഓടിപ്പോകുന്നു. പോകുന്ന പോക്കിൽ ചൂല് ചാഞ്ഞ് ഡോർ ലോക്ക് ആവുന്നു. സാം ഒരു വിധത്തിൽ ചൂല് മാറ്റി ഡോർ തുറക്കാൻ നിന്നതും അതിന്റെ പിടി കയ്യിൽ വരുന്നു. അവൾക്ക് അത്രത്തോളം ബാഡ് ലക്ക് ആയിരുന്നു. ശേഷം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായി വെക്കുന്നു. എന്നാൽ അവിടെയും സാം ഒത്തിരി മല്ലിടുന്നു. അങ്ങനെ പല പല സാഹസങ്ങൾക്ക് ശേഷം സാം ജോലിക്ക് പോവാനായി ഇറങ്ങുന്നു. പക്ഷെ സൈക്കിളിൽ കാറ്റുണ്ടാവില്ല. ശേഷം സൈക്കിളും ശരിയാക്കി അവൾ ജോലി സ്ഥലത്തെത്തുന്നു. എന്നാൽ അവിടം കൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. തൊടുന്നതും പിടിക്കുന്നതും അടക്കം പ്രശ്നത്തിൽ കലാശിച്ചു. ശേഷം ജോലി കഴിഞ്ഞ് അവൾ ഓർഫനേജിൽ എത്തുന്നു. അവിടെ വെച്ച് അവൾ ഹേസലിനെ അഡോപ്റ്റ് ചെയ്യാനിരുന്ന ഫാമിലി അത് ക്യാൻസൽ ചെയ്ത കാര്യമൊക്കെ അറിയുന്നു. പക്ഷെ ഈ വരുന്ന സൺഡേ ഒരു കപ്പിൾ അവളെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് മാഡം പറയുന്നു. ശേഷം സാം ഹേസലിന്റെ അടുത്തേക്ക് വരുന്നു. ഹേസൽ സങ്കടപ്പെട്ട് എനിക്ക് ഒരിക്കലും ഒരു ഫാമിലി ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നു. സാം നീ ഉറപ്പായിട്ടും നിന്റെ ഫാമിലിയെ കണ്ടെത്തും എന്ന് പറയുന്നു. ഇത് കേട്ട അവൾ പക്ഷെ നിനക്കിതുവരെ നിന്റെ ഫാമിലിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അതിന് സാം നീ എന്നെ പോലെയല്ല വളരെ ലക്കിയാണ്, അതുകൊണ്ട് നിനക്ക് ഉറപ്പായിട്ടും ഒരു ഫാമിലിയെ കിട്ടും എന്ന് പറയുന്നു. എന്നിട്ട് ഈ സൺഡേ ഒരു കപ്പിൾ നിന്നെ കാണാൻ വരുന്നുണ്ട്, അവർ ഉറപ്പായിട്ടും നിന്നെ അഡോപ്റ്റ് ചെയ്യും എന്ന് പറയുന്നു. അത് കേട്ടതും ഹേസലിന് സന്തോഷാവുന്നു. അവർ വരുന്നതിന് മുമ്പ് നീ എനിക്ക് ആ ലക്കി പെന്നി കണ്ടെത്തി തരണം എന്ന് പറയുന്നു.